മഞ്ജുസ് ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഒരു വീക്കെൻഡ് വ്ളോഗാണ്. വീക്കെൻഡൊക്കെ കഴിഞ്ഞു. ഇന്ന് ഓൾറെഡി വീക്ക് ഡേ ആയി. കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ ഒരു വ്ളോഗായിട്ട് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാം എന്ന് വിചാരിച്ചു. ശനിയാഴ്ച നമ്മുടെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്. ഒത്തിരി നാൾ കൂടി വരുക. കോവിഡൊക്കെ തുടങ്ങി പിന്നെ എല്ലാവരെയും കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ അവരെ കണ്ടിട്ട്. അപ്പോൾ ഇനി എന്നാണോ വരുമ്പോൾ ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനൊരു പ്രോമിസ് ചെയ്തായിരുന്നു. അപ്പോൾ എൻ്റെ പ്രോമിസ് എനിക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ജോമിചേട്ടനാണെങ്കിൽ ജോലി ചെയ്യുക. അപ്പം ഞാനും ജെഫും കൂടെ കപ്പ പറിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇടുക്കിക്കാരിയാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അരമണിക്കൂർ എടുക്കേണ്ടി വന്നു ഈ കപ്പേനെയെല്ലാം ഒന്ന് പുറത്തെടുക്കാൻ. കപ്പയുടെ എല്ലാ ഷേപ്പ് മാറി എല്ലാം ഒടിഞ്ഞ് ഒരു പരുവത്തിൽ കിടക്കുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ. ഒളി മുഴുവൻ ഇളകിയ മണ്ണായിട്ടും ആ കപ്പ മുഴുവൻ ഭൂമിയുടെ അടിയിലേക്ക് പോയി. അവസാനം വാക്കത്തിയും പിക്കാസും ഏതാണ്ടൊക്കെ ഉപയോഗിച്ച് ഞാനും ജെഫും കൂടെ ഒരു തരത്തിൽ മുറിച്ചും ഒടിച്ചും ഒക്കെ ആയിട്ട് കപ്പേനെ വെളിയിലെടുത്തു. ആദ്യം കപ്പ നല്ലപോലെ കഴുകിയെടുത്തു. അതിനുശേഷം അതിൻ്റെ രണ്ടറ്റവും മുറിച്ച് കളഞ്ഞ ശേഷം ഒരു 2 ഇഞ്ച് നീളമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മൾ തൊലി പൊളിച്ചെടുക്കുക. ഇങ്ങനെ കപ്പ പൊളിക്കാനുള്ള ട്രിക്ക് ചെറുപ്പത്തിൽ എൻ്റെ പപ്പ പഠിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയും വലിയ കപ്പയാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് പൊളിച്ചെടുക്കാം. ഞങ്ങൾ ഇടുക്കിക്കാർക്ക് കപ്പയും കപ്പവാട്ടും ഒക്കെ മറക്കാൻ പറ്റാത്ത സംഭവങ്ങളായിരുന്നു. കപ്പയൊക്കെ വണ്ടി അടിച്ചുകൊണ്ട് വീടിൻ്റെ മുറ്റത്ത് കൊണ്ട് കൂട്ടിയിട്ടിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ രാത്രിയും പകലും ഇരുന്ന് പൊളിക്കുന്നു, അളക്കുന്നു, തൂക്കുന്നു, തീ കത്തിക്കുന്നു, കപ്പ ചുടുന്നു, എന്തൊക്കെയോ പരിപാടികളായിരുന്നു. അതൊക്കെ ഒരു ആഘോഷമായിരുന്നു. ഇന്നതൊക്കെ ഉണ്ടോ ആവോ. അങ്ങനെ പഴയ കപ്പവാട്ടും പാറയിലെ കപ്പയുണക്കലും ഒക്കെ ഓർത്തുകൊണ്ട് ഞാൻ എൻ്റെ കപ്പയെല്ലാം പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്കവനെ പുഴുങ്ങിയെടുക്കാം. ആദ്യമായിട്ട് കപ്പ ഒരു 1-2 പ്രാവശ്യം കൂടി ഒന്ന് നല്ലപോലെ കഴുകിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കപ്പ എടുത്ത് ഒരു പാത്രത്തിലിട്ട ശേഷം അത് മൂടിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാം. നമ്മുടെ ഓൾഡ് ജനറേഷനെ കാന്താരിയും ചെണ്ടക്കപ്പയൊക്കെ കൊടുത്ത് നിർത്താമെന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂ ജനറേഷൻ, അമേരിക്കയിൽ പറയുന്ന ന്യൂ ജനറേഷനെ അതേ പിടിച്ച് നിർത്താൻ പറ്റത്തില്ലല്ലോ. അപ്പം ഞാൻ ഇച്ചിരി പോർക്ക് റിബ്സ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. പോർക്ക് റിബ്സ് രാവിലെ വെച്ചായിരുന്നു. അത് ഏതായാലും റെഡിയായി വന്നിട്ടുണ്ട്. ഈസി, ടേസ്റ്റി, സോഫ്റ്റ് ആൻഡ് ജ്യൂസി പോർക്ക് റിബ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഐ ബട്ടണിലും കാണിക്കാം. മുകളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് റെഫർ ചെയ്യാവുന്നതാണ്. നമ്മുടെ ആവി പറക്കുന്ന അമേരിക്കൻ മെയ്ഡ് നാടൻ ചെണ്ടക്കപ്പ റെഡിയായിട്ടുണ്ട്. കപ്പയുടെ വെള്ളം തിളച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ കപ്പ വേകും. വെന്ത് കഴിയുമ്പോൾ അതിനകത്തെ വെള്ളം നമ്മൾ ഊറ്റി കളയണം. അതിനുശേഷം അതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ, അല്ലാതെ കമ്പിട്ടൊന്നും ഇളക്കി കളഞ്ഞേക്കല്ലേ. അങ്ങനെ ചെണ്ടക്കപ്പയും കാന്താരിമുളകും ഉണ്ടാക്കി കൊടുക്കാം എന്ന പ്രോമിസിൻ്റെ പകുതി പ്രോമിസ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് കാന്താരിമുളക് സംഘടിപ്പിക്കാം. ചൂടുള്ള ചെണ്ടക്കപ്പയും കാന്താരിമുളകും കൂടത്തിൽ പോർക്ക് റിബും അതിൻ്റെ കൂടത്തിൽ വെജിറ്റബിളും നോൺ വെജും ആയിട്ടുള്ള പിസ്സയുമാണ് ഇന്നത്തെ മെനു. പിസ്സയുടെ പരിപാടി പകുതി വഴി ആയതേ ഉള്ളൂ. അത് നമുക്ക് വഴിയേ കാണാം. ഈ വർഷം നമ്മുടെ കാന്താരിയിലുണ്ടായ കാന്താരിമുളക് ഫ്രീസറിനകത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നതാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അതിനെ ഫ്രീസ് ചെയ്തിരിക്കുന്ന ആ പരുവത്തിൽ തന്നെ എടുത്ത് നമ്മൾ ഈ ചതയ്ക്കുന്ന ഈ സാധനത്തിനകത്തേക്ക് ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് ഇടിച്ച് കഴിയുമ്പോൾ ഒന്ന് ചതഞ്ഞ് വരും. അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഒരു സവോളയും പിന്നെ കുറച്ച് ഉപ്പും ഇച്ചിരി എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. ഞാനിവിടെ ഒലിവ് ഓയിലാണ് ഒഴിക്കുന്നത്. എൻ്റെ കയ്യിൽ ഇപ്പോൾ വെളിച്ചെണ്ണയില്ല. ആക്ച്വലി ഇതിന് വെളിച്ചെണ്ണയാണ് ശരിക്കും ഉള്ള ഇൻഗ്രീഡിയൻറ്റ് കേട്ടോ. ഇനി ഇതിനെല്ലാം കൂടെ വളരെ സ്നേഹത്തോടെ ഇടിച്ച് ചതച്ച് ഒരു പരുവത്തിലാക്കുക. അങ്ങനെ നമ്മുടെ വളരെ നൊസ്റ്റാൾജിക്കായ ചെണ്ടക്കപ്പയും കാന്താരിമുളകും റെഡി ആയിട്ടുണ്ട്. ഈ കാന്താരിക്ക് ഭയങ്കര എരിവാണ്. സഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇതിനകത്തോട്ടൊരു ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ അങ്ങോട്ട് കഴിക്കാൻ പറ്റത്തില്ല. അത് കാരണം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിക്കും. വെള്ളത്തിൻ്റെ അളവും എണ്ണയുടെ അളവും ഉപ്പും ഒക്കെ നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഞാൻ ഇതിനകത്ത് സവോളയാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. അങ്ങനെ നമ്മുടെ കഥാപാത്രങ്ങളൊക്കെ വരുന്നതിന് മുമ്പേ എൻ്റെ കുക്കിംഗ് എല്ലാം പൂർത്തിയായി. അവരെ ഞാനൊന്ന് വിളിച്ച് നോക്കി. അവരവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 3-4 പിള്ളേരും പേരൻസും എല്ലാവരും ഉണ്ട്. നമ്മുടെ പിള്ളേരുടെ ചെറുപ്പം മുതലുള്ള കൂട്ടുകാരാണ് അവരെല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് ജെഫും ജെസ്സും ഒക്കെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാൻ പിള്ളേർക്ക് വേണ്ടി 2 പിസ്സയാണ് ഉണ്ടാക്കിയത്. ഒരു 1.5 പിസ്സ നോൺ വെജ് ആയിട്ടുണ്ടാക്കി, ഒരു പിസ്സയുടെ പകുതി വെജിറ്റേറിയൻ ആയിട്ടുണ്ടാക്കി. നോൺ വെജ് ആയിട്ടുണ്ടാക്കിയത് ബേക്കണും ചീസും പിന്നെ പെപ്പറോണി ഉപയോഗിച്ചു. മറ്റേ വെജിറ്റേറിയൻ ആയിട്ടുണ്ടാക്കിയതിനകത്ത് കുറച്ച് ഒനിയനും കുറച്ച് പല കളറിലുള്ള ക്യാപ്സിക്കവും ഒക്കെ ഇട്ട് ചീസൊക്കെ ഇട്ടുണ്ടാക്കി. കൂടത്തിൽ നല്ല ചൂടുള്ള പോർക്ക് റിബും ചെണ്ടക്കപ്പയും കാന്താരിമുളകും പിന്നെ നമ്മുടെ ഹോം മെയ്ഡ് ബാർബിക്യൂ സോസും. ഇനി ചെണ്ടക്കപ്പ വേണ്ടാത്തവർക്ക് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. ന്യൂ ജനറേഷൻ ടീമിന് കപ്പ തിന്നാൻ ഇഷ്ടമില്ലെങ്കിൽ അവർക്ക് പൊട്ടറ്റോ പുഴുങ്ങിയതുകൊണ്ട് പോരെ.
ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് പിസ്സ ഉണ്ടാക്കുന്നത് എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പിസ്സ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് നോക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ ഐ ബട്ടണിൽ ഞാൻ കാണിക്കുകയും ചെയ്യാം. അങ്ങനെ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫ്രണ്ട്സ് വന്നു. ഞങ്ങൾ അവരും എല്ലാം ആയിട്ട് ഭക്ഷണം കഴിച്ചു. അത് കഴിഞ്ഞ് പിള്ളേരെല്ലാം കൂടെ അവിടെ ഇരുന്ന് കളിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാരി പറഞ്ഞു നമുക്കൊരു മൂവി കാണാമെന്ന്. ഞങ്ങളൊരു മൂവി കണ്ടു. എൻ്റെ കൂട്ടുകാരത്തെയാണ് എനിക്ക് മൂവി സെലക്ട് ചെയ്ത് തന്നത്. എനിക്കറിയില്ലായിരുന്നു ഈ മൂവിയെക്കുറിച്ച്. കണ്ടു കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി എക്സൈറ്റഡ്. ഞങ്ങൾ കണ്ടത് ഈ കഴിഞ്ഞ ദിവസം റിലീസായ നമ്മുടെ സൂര്യയും അപർണ ബാലമുരളിയും നമ്മുടെ ഉർവശിയും തകർത്തഭിനയിച്ച ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ജീവിത കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച മൂവിയാണ്. സത്യത്തിൽ എനിക്ക് ഈ മൂവിയെക്കുറിച്ച് അറിയത്തില്ലായിരുന്നു. പക്ഷേ ഐ വാസ് വെരി എക്സൈറ്റഡ് വാച്ചിങ് ദിസ് മൂവി. സ്വന്തം ഇച്ഛാശക്തി കൊണ്ട് സാധാരണക്കാരന് വിമാനയാത്ര സാധ്യമാക്കിയ ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഗോപിനാഥിൻ്റെ ഒരു ഫാനാണ് ഞാനിന്ന്. നിങ്ങളെല്ലാവരും സാധിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂവി ഒന്ന് കാണണം കേട്ടോ. അങ്ങനെ ഒരു ശനിയാഴ്ച വളരെ സന്തോഷത്തോടെ ചെലവഴിച്ച് സിനിമ കണ്ട് കുറേ സന്തോഷിച്ചു, കുറച്ച് കരഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു. നല്ല സൗഹൃദങ്ങൾ നമ്മുടെ ജീവിതത്തിന് എന്നും ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ സന്തോഷങ്ങളും എല്ലാം ഒരുപോലെ ഷെയർ ചെയ്യാൻ ആരെങ്കിലുമൊക്കെ കൂട്ടുണ്ടാകുന്നത് എപ്പോഴും നല്ലതല്ലേ. നിങ്ങൾക്കും ഹൃദയത്തോട് ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒത്തിരി നല്ല സൗഹൃദങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കൊരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.